സംസ്ഥാനത്ത് ഗതാഗത കുരുക്ക് കൊണ്ട് പൊറുതിമുട്ടിയ ദേശീയപാതയാണ് നാഗർകോവിൽ തിരുവനന്തപുരം റോഡ്. ഇപ്പോൾ ഒന്നാം ഘട്ട പദ്ധതിയിലൂടെ പാത ഇരട്ടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുവെങ്കിലും റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 18 ജീവനുകളാണ് ഈ നിരത്തിൽ പൊലിഞ്ഞത്. അപകടത്തിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം നിരവധിയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗതാഗത കുരുക്കുകൊണ്ട് പൊറുതിമുട്ടിയ തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാത നവീകരണത്തിന് ശേഷം ഇപ്പോൾ അപകടങ്ങളുടെ പരമ്പരയാണ് സമ്മാനിക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണമെന്നുള്ളതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ഒരു അപകടങ്ങൾക്ക് കാരണമെന്നാണ് പ്രധാനമായ ഒരു വിലയിരുത്തൽ? നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ സംസ്ഥാന പാതയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ മാത്രമല്ല സ്ഥിരം ഇവിടെ അപകടങ്ങൾ പതിവായിരിക്കുക. ഈ അടുത്ത കാലത്ത് തന്നെ ബാലരാമപുരത്ത് 4 പേര് മരിച്ചു. അതുപോലെ തന്നെ ദിനംപ്രതി 2, 3, 4 പേരാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു അപകട മേഖലയുള്ളൊരു പാതയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒന്ന്, ഈ രാത്രികാലങ്ങളിൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളൊന്നും ഇവിടെ കത്താറില്ല. ഈ കത്തുന്ന ലൈറ്റുകൾ അവിടെ ഇവിടെ കുറച്ചുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങളിലൊന്നും, പ്രധാന ജംഗ്ഷനുകളിലും മറ്റു മേഖലകളിലൊന്നും ഈ ലൈറ്റുകൾ കത്താനില്ല. പിന്നെ വരുന്നത് ഈ സൂചനാ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ. ഈ സൂചനാ ബോർഡുകളൊന്നും സ്ഥലങ്ങളിലൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ ഒരു ക്രോസിംഗ് റോഡ് വരുന്ന സമയത്തൊക്കെ അനധികൃതമായിട്ട് വണ്ടികളൊക്കെ വന്ന് കയറി അപകടങ്ങൾ കൂടുതലുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സൂചനാ ബോർഡുകൾ അവിടെ ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ ആൾക്കാർക്ക് ഈ അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പം ലൈറ്റുകളില്ല, സൂചനാ ബോർഡുകളില്ല. പിന്നെ രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഇതിനകത്തില്ല. കാരണം സ്പീഡിൽ പോകുന്ന വണ്ടികളിൽ ഈ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഈ യന്ത്രങ്ങളുണ്ട്. അത് വെച്ച് ഇവർക്ക് നിയന്ത്രണ വിധേയമായിട്ട് അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ നമുക്ക് നിയന്ത്രണാതീതമാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അത്ര ആധുനിക സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അമിത വേഗതയുള്ള വാഹനങ്ങൾ. അപ്പം അമിത വേഗതയുള്ള വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് റോഡ് ക്രോസിങ്ങും മറ്റു ഭാഗങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഇത് വണ്ടികൾ അപകടങ്ങളിൽ പെടുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്ന വണ്ടികൾ വന്ന് ഇടിക്കുകയും അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം, നെയ്യാറ്റിൻകര ഭാഗത്ത് കൂടിയും തിരുവനന്തപുരം നാഗർകോവിൽ ഈ പാതയെന്നുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അപ്പോൾ അവിടെ ഇത്തരം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടെയാണ്. കാരണം ഈ ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്നൊരു സ്ഥലം കൂടിയായതുകൊണ്ട് ഈ അപകടങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തി ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ദിവസവും മരണസംഖ്യ കൂടിക്കൂടി വരുന്നൊരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ശക്തമായ ഒരു ഇടപെടൽ നടത്തി സർക്കാരും പോലീസും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ലഹരിയുടെ അമിത ഉപയോഗം ഇന്ന് കൂടി വരികയാണ്. വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ചും ലഹരിക്ക് അടിമപ്പെട്ടും പിന്നെ അത്ര ഒരു മാഫിയ സംഘങ്ങൾ തന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. കൂടാതെ അത്യാവശ്യമായി നമ്മളോട് സൈൻ ബോർഡുകളൊന്നും മിക്കയിടത്തും ഈ റോഡുകൾ സ്ഥാപിച്ച് കാണുന്നില്ല. ഉള്ള സൈൻ ബോർഡുകൾ തന്നെ മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, പോസ്റ്റ് ഒട്ടിച്ച് മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ വാഹനം തട്ടി മറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും സൈൻ ബോർഡുകൾ കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അപകടങ്ങളുടെ ഇപ്പോൾ അടുത്തുണ്ടായ അപകടങ്ങളെല്ലാം ലഹരി ഉപയോഗിച്ചുള്ള അപകടങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പിന്നെ അമിത വേഗത, എല്ലാവരും അമിത വേഗതയിലാണ്. അമിത വേഗതയും പിന്നെ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിപ്പാണ് പോയിട്ട് ഇപ്പോൾ ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ KSRTC ബസ് പോയിട്ട് നമ്മുടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തമിഴ്നാട് ബസ്സും കൂടെ അത് ഇൻ്റർലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവരും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപകടം ഉണ്ടാകുന്ന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. റോഡിൽ പൊഴിയുന്ന ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ്. എന്താണ് ഇതിന് കാരണമെന്നുള്ളത് വ്യക്തമായി പഠിച്ച് പരിഹാരം കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അധികൃതർ കണ്ണു തുറക്കണം. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. കാസർഗോഡ് ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും അപകട സാധ്യതയുള്ളതുമായ ഇടങ്ങൾ കണ്ടെത്താൻ പരിശോധന. ടൗൺ പ്രദേശങ്ങളിലടക്കം ഓവുചാൽ ഇല്ലാത്ത ഇടങ്ങൾ കണ്ടെത്തി കാലിക്കടവ് മുതൽ മഞ്ചേശ്വരം വരെയുള്ള പാത പരിശോധിച്ചാകും റിപ്പോർട്ട് നൽകുക. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. നേരത്തെ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ ഉയർന്ന അഭിപ്രായം കണക്കിലെടുത്താണ് ദേശീയപാത 66-ൽ പരിശോധന നടത്തിയത്. കാലിക്കടവിലും ചെറുവത്തൂരിലും നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലും പടന്നക്കാട്ടും വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്ത ഇടങ്ങൾ കണ്ടെത്തി. പലയിടങ്ങളിലും ദേശീയപാതയോട് ചേർന്ന് ഓവുചാലുകൾ ഒരുക്കുന്ന പ്രവൃത്തികൾ എങ്ങുമെത്താത്ത സ്ഥിതിയാണ്.
മഴ തുടങ്ങിയാൽ നീലേശ്വരത്തും ചെറുവത്തൂരിലും പടന്നക്കാട്ടും ടൗൺ പ്രദേശങ്ങൾ വെള്ളത്തിലാകുമെന്ന ആശങ്ക ജനപ്രതിനിധികൾ കരാർ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള 12 ഇടങ്ങളും കണ്ടെത്തി. നമുക്കിപ്പോൾ ഡ്രെയിനേജ് ഒരുപാട് നാഷണൽ ഹൈവേയിൽ തന്നെ ഡ്രെയിനേജ് കുറച്ചിട്ടുള്ളത്. ആ ഡ്രെയിനേജ് റെയിൽവേ ലൈൻ വരെ കൂട്ടാനും സർവീസ് റോഡ് ഫുള്ള് കവർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് സെക്കൻഡ് ബ്രിഡ്ജ് വരുന്ന സൈഡിൽ ഓവർ ബ്രിഡ്ജ് വരുന്ന സ്ഥലത്ത് ഡ്രെയിനേജ് നിർമ്മിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അവരുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അംഗീകരിക്കാമെന്ന് മറുപടി തന്നിട്ടുണ്ട്. ദേശീയപാതയിൽ കരുവാച്ചേരിയിലുള്ള കുഴി വെള്ളം കെട്ടി അപകടകരമാകുമെന്ന് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. NH സ്പെഷ്യൽ തഹസിൽദാർ KV ശശിധരൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന അധികൃതരും ചേർന്നാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് സാധ്യതാ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ വീണ്ടും ബസ്സുകൾ കയറുന്നു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ, പോലീസ്, RTO, നഗരസഭ എന്നിവരുമായി ചേർന്ന് നടത്തിയ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. വൺ വേ സംവിധാനം വഴിയാണ് പുതിയ നിയന്ത്രണം. പാലക്കാട് ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഷൊർണൂർ കുളപ്പുള്ളിയിലാണ് വർഷങ്ങൾക്ക് മുൻപ് മികച്ച ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത്. ആദ്യമൊക്കെ സജീവമായിരുന്ന ബസ് സ്റ്റാൻഡിൽ പതുക്കെ ബസ്സുകൾ കയറാതായി. പിന്നീട് ബസ് സ്റ്റാൻഡ് നാഥനില കളരിയായി. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ നടത്താനുള്ള വേദിയായും പാർക്കിംഗ് ഗ്രൗണ്ടായും ബസ് സ്റ്റാൻഡ് മാറി. ബസ് സ്റ്റാൻഡ് പ്രാവർത്തികമാക്കണമെന്ന് വീണ്ടും ആവശ്യമുയരാനും തുടങ്ങി. തുടർന്ന് ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഈ മാസം 26 മുതൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന തീരുമാനത്തിലെത്തിയത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനം അത് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ബസ്സുകാരുടെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ബസ് തിരിയുന്നിടത്തുള്ള പാർക്കിംഗ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെച്ചു. അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്നും പാലക്കാട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. എന്നാൽ ഒറ്റപ്പാലത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറേണ്ടതില്ല. പകരം ഷൊർണൂർ സ്റ്റാൻഡിൽ കയറിയാൽ മതി. ഷൊർണൂർ നഗരത്തിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. വൺ വേ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും യോഗത്തിൽ പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 പാലക്കാട്. പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നവീകരണം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു. നവീകരണത്തിനായി തുക അനുവദിച്ചു എന്ന് MLAയും MPയും പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും പാലം ഇപ്പോഴും തകർച്ചയുടെ വക്കിലാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളക്കോട് റെയിൽവേ മേൽപ്പാലമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തകർച്ച നേരിടുന്നത്. കേരളത്തിലെ ആദ്യ റെയിൽപാതയായ പുനലൂർ ചെങ്കോട്ട റെയിൽപാളത്തിന്റെ മുകളിലായി 100ഓളം വർഷം മുൻപ് നിർമ്മിച്ച പാലം അതേ സ്ഥിതിയിൽ തന്നെ ഇന്നും തുടരുകയാണ്. ദേശീയപാതയിൽ നിരവധി തവണ വികസന പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും വാളക്കോട് പാലത്തിൽ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും ഇതുവരെയും നടന്നിട്ടില്ല. ഒരു വശത്തേക്ക് മാത്രം വാഹനം കടന്നുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴും പാലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. റെയിൽവേ നവീകരണം നടക്കുന്ന കാലയളവിൽ വാളക്കോട് പാലത്തിന് അടിയിലൂടെ റെയിൽവേ ടണൽ സംവിധാനം ഏർപ്പെടുത്തി. ആ ടണലിന് മുകളിലാണ് ദേശീയപാതാ വിഭാഗം പുതിയ പാലം പണിയേണ്ടത്. റെയിൽവേയും ദേശീയപാതാ വിഭാഗവും തമ്മിലുള്ള സാങ്കേതിക തടസ്സമാണ് പാലത്തിന്റെ നവീകരണം ആരംഭിക്കാത്തതിന് പ്രധാന കാരണം. ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ വാളക്കോട് പാലത്തിന്റെ നവീകരണം അടിയന്തരമായി സാധ്യമാക്കണമെന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് VT ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. 68 കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച സാംസ്കാരിക സമുച്ചയം മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കര വില്ലേജിലെ 5 ഏക്കറിലായിട്ടാണ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1,00,000 ചതുരശ്രീ അടി വിസ്തീർണമുള്ള സമുച്ചയത്തിൽ ആധുനിക ലൈറ്റിംഗ്, സൗണ്ട് പ്രൊജക്ഷൻ സംവിധാനങ്ങൾ അടങ്ങിയ AV തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ശില്പശാലകൾക്ക് വേദി, ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ ഉദ്യാനവും വിശാലമായ പാർക്കിംഗ്, കഫറ്റീരിയ സൗകര്യങ്ങളും ചേർന്നതാണ് സാംസ്കാരിക സമുച്ചയം.
AK ബാലൻ സാംസ്കാരിക മന്ത്രിയായിരിക്കെയാണ് എല്ലാ ജില്ലകളിലും സാംസ്കാരിക നായകന്മാരുടെ പേരിൽ സാംസ്കാരിക കേന്ദ്രം അനുവദിച്ചത്. 2019 ഫെബ്രുവരി 24-ന് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. കലയെ സ്നേഹിക്കുന്ന പാലക്കാടൻ ജനതയ്ക്ക് VT ഭട്ടത്തിരിപ്പാട് സാംസ്കാരിക സമുച്ചയം വലിയൊരു മുതൽക്കൂട്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സാംസ്കാരിക കേന്ദ്രം നാടിന് സമർപ്പിക്കും. മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MB രാജേഷ്, VK ശ്രീകണ്ഠൻ MB, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ, VT ഭട്ടത്തിരിപ്പാടിന്റെ മകൻ VT വാസുദേവൻ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് 18 പാലക്കാട്. അത്ഭുത നിർമ്മിതികളിൽ ഒന്നായ കുത്തബ് മിനാർ മുതൽ അയോധ്യ രാമക്ഷേത്രം വരെയുള്ള മിനിയേച്ചർ നിർമ്മിതികൾ സൂക്ഷിക്കുന്ന ഒരിടമുണ്ട് പാലക്കാട് വാണിയംകുളത്ത്. പഴമയുടെ പ്രതീകമായ വീട്ടുകൊട്ടിൽ ഇന്ന് പുതിയ കാലത്തിന്റെ ഒരു മ്യൂസിയമായി മാറ്റിയിരിക്കുകയാണ് വാണിയംകുളം സ്വദേശി വിജയകുമാർ. ഒന്ന് കണ്ടിട്ട് വരാം. കുത്തബ് മിനാറും ബുർജ് ഖലീഫയും UK-യിലെ ബിഗ് ബെന്നും പിന്നെ ഫ്രാൻസിലെ ഐഫൽ ടവറും പിസ ഗോപുരവും എല്ലാം ഈ കുഞ്ഞു മ്യൂസിയത്തിലെത്തിയാൽ കാണാം. അയോധ്യയിലെ രാമക്ഷേത്രവും നവകേരള ബസ്സും ഉൾപ്പെടെ നിരവധി നിർമ്മാണങ്ങൾ ഇന്ന് മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ മിനിയേച്ചറിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. വാണിയംകുളം കോതയൂർ വലിയ മംഗലത്ത് തറവാട്ടിലാണ് 1-2 128 വർഷം പഴക്കമുള്ള കൊട്ടിൽ മനോഹരമായ മ്യൂസിയമാക്കിയിരിക്കുന്നത്. 35 വർഷം വിദേശ രാജ്യങ്ങളിൽ എണ്ണപ്പാടങ്ങളിലായിരുന്നു വിജയകുമാർ ജോലി ചെയ്തിരുന്നത്. 6 വർഷം മുൻപ് ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് തന്റെ ഉള്ളിലെ കലാകാരനെ സ്വയം തിരിച്ചറിഞ്ഞത്. വീട്ടിലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പലതും നിർമ്മിക്കലായിരുന്നു വിജയകുമാറിന്റെ ആദ്യ ലക്ഷ്യം. ഇത് വിജയം കണ്ടപ്പോൾ പിന്നീട് ഓരോന്നായി നിർമ്മിച്ചു തുടങ്ങി. ആദ്യകാലത്ത് പാടത്ത് കൊയ്തെടുത്ത നെല്ല് മെതിക്കാനും സംഭരിച്ചു വെക്കാനുമാണ് ഇത്തരം കൊട്ടിൽ ഉപയോഗിച്ചിരുന്നതെന്നാണ് വിജയകുമാർ പറയുന്നത്. ജോലി ചെയ്ത ഓയിൽ റിഗിന്റെ വർക്കിംഗ് മോഡലും ഈ മ്യൂസിയത്തിലുണ്ട്. 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള വിജയകുമാർ ഒരു ടെക്നിക്കൽ കോഴ്സും പഠിച്ചിട്ടില്ല. കണ്ടും കേട്ടും വശത്താക്കിയ അറിവ് മാത്രമാണ് തന്റെ കൈവശമുള്ളതെന്ന് വിജയകുമാർ പറയുന്നു. വർക്കിംഗ് മോഡലുകൾക്കും സ്റ്റിൽ മോഡലുകൾക്കും പുറമെ വിജയകുമാർ വരച്ച ചിത്രങ്ങളും ചുമരിൽ തൂക്കിയിട്ടുണ്ട്. ഒപ്പം സയൻസ് വിദ്യാർത്ഥികൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്ന കുറേയധികം കാഴ്ചകളും മ്യൂസിയത്തിലെത്തിയാൽ കാണാം. ന്യൂസ് 18 പാലക്കാട്. മനോഹര കാഴ്ചയാണ് വാഗമൺ ഒരുക്കുന്നത്. വാഗമൺ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നതും ഇവിടുത്തെ തണുപ്പും മൊട്ടക്കുന്നുകളും ഒക്കെയാണല്ലോ. അവധിക്കാലത്ത് സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടം. ആ കാഴ്ചകളിലേക്ക്. പ്രകൃതി നൽകിയ സൗന്ദര്യം, സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം. ഒന്നിനു പിന്നാലെ ഒന്നായി മൊട്ടക്കുന്നുകൾ, പൈൻമരക്കാട്. മലമ്പാത കയറി മുകളിലെത്തിയാൽ വാഗമണിൽ സഞ്ചാരികളെ കാത്ത് നിറയെ കാഴ്ചകളാണ്. യാത്രാപ്രിയർക്ക് വേണ്ടതെല്ലാമുണ്ട് വാഗമണിൽ. ചെത്തിയൊരുക്കിയ പാറക്കെട്ടുകളുടെ ഓരം ചേർന്ന് വളഞ്ഞുപുളഞ്ഞു കിടക്കുന്ന വാഗമണിലേക്കുള്ള റോഡ് തന്നെ സഞ്ചാരികളുടെ മനം മയക്കുന്നതാണ്. തേയിലച്ചെരുവുകളും പൈൻമരക്കാടുകളും അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉണ്ടെങ്കിലും വാഗമണിലെ ഏറ്റവും പ്രധാന ആകർഷണം മൊട്ടക്കുന്നുകൾ തന്നെയാണ്. இன்றைக்கி வாகமலை இந்த ஏரியா ஃபுல்லாக நல்லா சுற்றி பார்த்தோம். கிளைமேட் அருமையான கிளைமேட்டு. நார்மலாக அங்கே ஃபேன் இல்லாமல் ஏசி இல்லாமல் கூட இருக்க முடியாது. ஆனால் இங்கே குளிருது. காலை நாங்கள் நியர் அபவுட் 6 o'clock இங்கே வந்து ரீச் ஆகிட்டோம். பயங்கரமான குளிராக இருந்துச்சு. மேகமெல்லாம் ரொம்ப பக்கத்தில் வந்துச்சு. ரொம்ப ரம்மியமான ஒரு அனுபவம்னு சொல்லலாம். ரொம்ப நல்லா இருந்துச்சு இந்த கிளைமேட்டு. இப்போ இங்கே 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 போட்டிங் எல்லாமே இருக்குன்னு நாங்கள் இன்னும் போகலை. இப்போ வந்து உட்காந்துருக்குறோம். இதுதான் போட்டிங்கெல்லாம் போக போகிறோம். ഇത്തവണയും മധ്യവേനൽ അവധി ആഘോഷിക്കാൻ വാഗമണ്ണിൽ സഞ്ചാരികളുടെ തിരക്കാണ്. തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ നെറുകയിലേക്ക് നടന്നു കയറാൻ ഒരിടം. തണുത്ത കാറ്റിന്റെ തലോടലേറ്റ് തഴുകിയിറങ്ങുന്ന കോടമഞ്ഞ് ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും ഈ മൊട്ടക്കുന്നുകളിൽ ചെലവിടാം. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവഗണനയുടെ നടുവിലാണ്. ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും മതിയായ ചികിത്സാ സൗകര്യം ഇല്ലാത്തതുമാണ് രോഗികളെ വലയ്ക്കുന്നത്. ഇവിടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്.
വർഷങ്ങൾക്ക് മുൻപാണ് കേശവൻ മെമ്മോറിയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. മതിയായ ഡോക്ടർമാരില്ല, മരുന്നുമില്ല. മുൻപുണ്ടായിരുന്ന മെഡിക്കൽ സൂപ്രണ്ട് വിരമിച്ചതോടെ പകരം നിയമനവും നടന്നിട്ടില്ല. വൈകുന്നേരം 5:30 വരെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ 1:30 വരെ ഉള്ളൂവെന്നും നാട്ടുകാർ. ഏകദേശം 75 വർഷത്തെ പഴക്കമുണ്ട് ഈ ആശുപത്രിക്ക്. ഒരു കാലത്ത് ഇവിടെ പോസ്റ്റ്മോർട്ടവും അതുപോലെ ഒട്ടേറെ പ്രസവങ്ങളൊക്കെ നടന്ന പ്രസവ വാർഡുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴാറായ ഒരു അവസ്ഥ. കിടത്തി ചികിത്സ നടത്തിയിരുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളെല്ലാം അടർന്നുപോയി. ദ്രവിച്ച കമ്പികൾ മാത്രമായി കെട്ടിടം അപകട ഭീഷണിയിലാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നു പോലും ചികിത്സ തേടിയെത്തുന്ന രോഗികൾ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയിലാണ്. ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ച് അടിയന്തരമായി നവീകരണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കൊല്ലം. ജൂലിയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഒരു ഗ്രാമം. പത്തനംതിട്ട കോന്നി ഐരവൺ നിവാസികളാണ് ജൂലി എന്ന തെരുവു നായയുടെ വേർപാടിൽ നാടിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ജൂലിയെക്കുറിച്ച് പറയാൻ ഇവിടുത്തുകാർക്ക് ഒട്ടേറെ ഓർമ്മകളുണ്ട്. ആരോ ഉപേക്ഷിച്ച ജൂലി ഐരണ്യയിലെത്തുന്നത്. വേഗം തന്നെ ഇവിടുത്തുകാരുടെ പ്രിയപ്പെട്ടവളായി ജൂലി മാറി. തെരുവുനായകൾക്കില്ലാത്ത സ്വഭാവ ഗുണമാണ് ജൂലിയെ നാട്ടുകാരുടെ പ്രിയങ്കരിയാക്കിയത്. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വിശേഷ ഗുണമുള്ള ഒരു പട്ടിയാണ് ജൂലി എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് അവൾ ഏതാണ്ട് 6 വർഷത്തോളമായി. 2018 വെള്ളപ്പൊക്കത്തിന് ഇവിടെ വന്നാണ്. രമണൻ പറഞ്ഞ ആളിന്റെ വീട്ടിൽ വന്ന് അഭയം തേടി. അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരുമായിട്ട് വളരെ സഹകരണബോധമുള്ള ഒരു പട്ടിയാണ്. ആരെ ഉപദ്രവിക്കത്തില്ല, കുരക്കത്ത് പോലുമില്ല. ഒരു പട്ടിയെന്ന് പറയാൻ ഒക്കത്തില്ല, അതുപോലെ നല്ലൊരു ജീവിയായിരുന്നു. അവൾ മരിച്ചതിന് ഞങ്ങൾക്കെല്ലാം അതിയായ വിഷമമുണ്ട്. ജൂലിക്ക് ഭക്ഷണവും മരുന്നുമെല്ലാം നൽകി പരിചരിച്ചിരുന്ന വാസുദേവ പണിക്കർക്കാണ് ഏറെ ദുഃഖം. എല്ലാ വീട്ടുകളിലും പോകുമായിരുന്നു, ആർക്കും ഒരു ശല്യമില്ല. ആരെങ്കിലും കൊടുത്താൽ കഴിയും, കഴിച്ചില്ല അവിടെ തിരിച്ചു പോരും. കുഞ്ഞുങ്ങൾക്ക് പോലും യാതൊരു ശല്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് എൻ്റെ വീട്ടിലാണ് ഞാൻ അതിന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ 4 ദിവസമായിട്ട് അവളെ കാണാനല്ല. ചെറിയൊക്കെ വയറ്റിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം പിന്നെ അവളെ കണ്ടില്ല. എല്ലാ വീട്ടിലും പതിവായി എത്തുന്ന ജൂലി ഇന്നുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ജൂലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ഭാഗത്തും സ്ഥിരം ഒരാളായിരുന്നു ജൂലിയെ. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വരികയും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുകയും ഞങ്ങളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു ജൂലിക്ക്. ജൂലി ഇപ്പോൾ ഒരു 6-7 കൊല്ലത്തിന്മേളായി ഈ ഭാഗത്ത് വന്നിട്ട്. ഒരുമാതിരിപ്പെട്ട വീടുകളിലെ ഒരു അംഗമായിരുന്നു ജൂലി. എല്ലാവരോടും ഒരു മറ്റു നായകളെ അപേക്ഷിച്ചൊരു സ്നേഹമുള്ളൊരു ആളായിരുന്നു. സ്ഥിരമായി വീടുകളിൽ എത്തുന്ന ജൂലി ശല്യക്കാരിയായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം നൽകിയാണ് മടക്കി അയച്ചിരുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നമ്മളെ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല സ്നേഹമുള്ള പട്ടിയായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ കേൾക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു പട്ടിയായിരുന്നു. പോയത് വിഷമമുണ്ട്. 2 ദിവസം മുൻപാണ് അസുഖം ബാധിച്ച് ജൂലിയെ കാണാതാകുന്നത്. പിന്നാലെയാണ് ജൂലി ചത്ത വിവരം നാട്ടുകാർ അറിയുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു തെരുവുനായ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളുടെയും മനസ്സിൽ എത്രത്തോളം വലിയ സ്ഥാനമാണ് വഹിക്കുന്നത് അല്ലേ? മറ്റൊരു വാർത്തയിലേക്ക്. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ സർഗോത്സവം അരങ്ങ് 25-ന് കയ്യൂരിൽ തിരിതെളിഞ്ഞു. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 18 മുതൽ 40 വയസ്സ് വരെയും 41 മുതൽ മുകളിലേക്കുമായി ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. പ്രാഥമിക തല മത്സരങ്ങൾക്ക് ശേഷം താലൂക്ക് തലമായ ക്ലസ്റ്റർ മത്സരങ്ങളിലെ വിജയികളാണ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ CDSകളിൽ നിന്നും 1000-ലധികം മത്സരാർത്ഥികളാണ് ജില്ലാ സർഗോത്സവത്തിന്റെ ഭാഗമാകുന്നത്. സ്കൂളിലെ വിവിധ വേദികളിൽ ആദ്യ ദിനം 16 സ്റ്റേജ് ഇതര മത്സരങ്ങളും 12 സ്റ്റേജ് ഇനങ്ങളുമാണ് പൂർത്തിയായത്. ഉദ്ഘാടന സമ്മേളനത്തിൽ തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കേരളത്തെ ഒരു സമൂഹ ഒരു മാതൃകാ സംസ്ഥാനം.
ഇനി രാവിലെയിൽ നല്ല വാക്കിന്റെ സമയമാണ്. നല്ല വാക്ക് കണ്ടതിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങി വരാം.